നമസ്കാരം. ടീച്ചറിൻ്റെ കുഞ്ഞുമക്കൾക്ക് നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. സുഖമാണോ? എന്താ പറയാ? എനിക്ക് സുഖമാണ്. ഓക്കെ. കഴിഞ്ഞ ക്ലാസ് വരെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്തായിരുന്നു ഓർമ്മയുണ്ടോ? മലയാളത്തിലെ എളുപ്പം പഠിക്കാൻ പറ്റുന്ന കുറച്ച് അക്ഷരങ്ങളാണ് നമ്മൾ പഠിച്ചത്. നമ്മൾ ഓർഡർ അനുസരിച്ച്, ക്രമം അനുസരിച്ചല്ല പഠിച്ചത്. നിങ്ങൾക്ക് പറയാനും കേട്ടിട്ട് അത് മനസ്സിലാക്കാനും എഴുതാനും എളുപ്പമുള്ള കുറച്ച് അക്ഷരങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് വരെ പഠിച്ചത്. ഇപ്പം നിങ്ങൾ കുറച്ച് അക്ഷരങ്ങളൊക്കെ പഠിച്ച് വലിയ കുട്ടികളായി തുടങ്ങി അല്ലേ? കുഞ്ഞിതായിരുന്നപ്പോൾ കുഞ്ഞു അക്ഷരങ്ങൾ. അപ്പോൾ പഠിച്ച് വലുതാവുമ്പോൾ എങ്ങനത്തെ അക്ഷരങ്ങൾ വേണം? വലിയ അക്ഷരങ്ങൾ വേണം അല്ലേ? വലിയ അക്ഷരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലുതായിട്ടിരിക്കുന്ന അക്ഷരങ്ങളല്ലാട്ടോ ഉദ്ദേശിക്കുന്നത്. കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വളവും തിരിവും ഒക്കെയുള്ള രീതിയിൽ നമുക്ക് അക്ഷരങ്ങളെ എഴുതാം. ടീച്ചർ ഇത് പറയുമ്പോൾ നിങ്ങളാരും ടെൻഷൻ അടിക്കണ്ട. നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ തന്നെയാണ് ടീച്ചർ പറഞ്ഞു തരുള്ളൂ. ടീച്ചർ മുന്നേ പറഞ്ഞിട്ടുള്ള പോലെ ഓരോ ക്ലാസ്സിൽ ഓരോരോ അക്ഷരങ്ങളായിട്ട് തന്നെയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് അത് പഠിക്കാൻ എളുപ്പമാവും. ഒരു ക്ലാസ്സിൽ പഠിച്ചത് അടുത്ത ക്ലാസ് വരുമ്പോൾ പഠിച്ചിട്ട് വരാൻ എളുപ്പമുണ്ടാവും. അങ്ങനെ തന്നെ ടീച്ചർ പഠിപ്പിക്കുള്ളൂ കേട്ടോ. വലിയ അക്ഷരങ്ങൾ, വലിയ കാര്യങ്ങൾ ടീച്ചർ പഠിപ്പിക്കുമെന്ന് ചോദിച്ച് ആരും ടെൻഷൻ അടിച്ചിരിക്കണ്ട. അപ്പോൾ നമുക്കിനി ക്രമമായിട്ട് പഠിക്കാം. ടീച്ചർ പറഞ്ഞു, ആദ്യത്തെ ക്ലാസ് തുടങ്ങിയപ്പോൾ ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നുന്നു, സ്വരാക്ഷരങ്ങളാണ് മലയാളത്തിൽ ആദ്യം വരുന്ന അക്ഷരങ്ങൾ. എന്തക്ഷരങ്ങളാണ്? സ്വരാക്ഷരങ്ങൾ. സ്വരം, സൗണ്ട്. നമ്മൾ പറയുമ്പോൾ ഓരോ സൗണ്ടുകൾ വരില്ലേ? അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്, അല്ലെങ്കിൽ ആ സ്വരാക്ഷരങ്ങളെ ബേസ് വെച്ചിട്ടാണ് നമ്മൾ ബാക്കിയുള്ളതൊക്കെ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ക്ലാസ് മുതൽ എന്ത് ചെയ്യാം? സ്വരാക്ഷരങ്ങൾ പഠിക്കാം. സ്വരാക്ഷരങ്ങൾ പഠിക്കാം. എല്ലാം ഒരുമിച്ച് പറയാനും എഴുതാനും അല്ലാട്ടോ ടീച്ചർ പഠിപ്പിക്കുന്നത്, ഓരോരോ അക്ഷരങ്ങളാണ്. ആദ്യം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ സ്വരാക്ഷരങ്ങൾ എന്ന് പറയുമ്പോൾ അയ്യോ സ്വരാക്ഷരങ്ങളെല്ലാം ടീച്ചർ ഒന്ന് പഠിപ്പിക്കൂ, അങ്ങനെയൊന്നുമില്ല. ആദ്യം നമ്മൾ പറയാനായിട്ടത് പഠിക്കാം. അപ്പോൾ നിങ്ങൾ കാണുകയും ചെയ്യും. ടീച്ചർ അത് അക്ഷരങ്ങൾ പറയും, ആ അക്ഷരങ്ങൾ നിങ്ങളെ കാണിച്ചു തരുകയും ചെയ്യും. അത്രയേ ഉള്ളൂ. അടുത്ത ക്ലാസ് മുതലാണ് നമ്മൾ സ്വരാക്ഷരങ്ങൾ ഓരോന്നും പഠിക്കുന്നത്. ഈ കാര്യം പറഞ്ഞപ്പോൾ ടീച്ചറിന് ഒരു പഴഞ്ചൊല്ല് ഓർമ്മ വന്നു. എന്താണെന്നറിയോ? മടിയൻ മല ചുമക്കും എന്നൊരു പഴഞ്ചൊല്ല് ടീച്ചറിന് ഓർമ്മ വന്നു. അതെന്താണെന്നറിയോ ടീച്ചറിന് ഓർമ്മ വരാൻ കാര്യം? ഇപ്പം നമ്മൾ കുറേശ്ശെ ഓരോന്ന് പഠിച്ച് ഒത്തിരി ഇപ്പോൾ അക്ഷരങ്ങൾ നമ്മുടെ കയ്യിൽ കിട്ടി അല്ലേ? ഇനി ടീച്ചർ പഠിപ്പിക്കാൻ പോകുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ പഠിക്കാതെ ഇരുന്നാൽ മടിയൻ എന്ത് ചെയ്യും? മല ചുമന്നുകൊണ്ട് പോണ്ടി വരും അല്ലേ? നമ്മൾ ഇന്ന് ചെയ്യേണ്ട കാര്യം ഇന്ന് ചെയ്യില്ല, നാളെ ചെയ്യാം. നാളത്തെ കാര്യം മറ്റന്നാൾ ചെയ്യാം, മറ്റന്നാളത്തെ കാര്യം പിറ്റന്നാൾ ചെയ്യാം. അങ്ങനെ മാറ്റി വെച്ച് വലിയ കാര്യമായി മാറും അല്ലേ? മല പോലെ വലിയ ഒരു പാക്കറ്റായിട്ട് ഈ പഠിക്കാൻ വെച്ചതൊക്കെ മാറും. അപ്പം എന്താ ഉണ്ടാവുക? കുന്നോളം ഇങ്ങനെ കൂട്ടി വെച്ച് ആദ്യത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പറ്റില്ല, രണ്ടാമത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പറ്റില്ല, മൂന്നാമത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പറ്റില്ല. എല്ലാം കൂടെ ആകെ കൺഫ്യൂഷൻ അല്ലേ? നമുക്ക് മലയൊന്നും ചുമക്കണ്ടല്ലോ അല്ലേ? നമ്മൾ സാവധാനം പയ്യെ തിന്നാൽ പനയും തിന്നാം. മനസ്സിലായോ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിയെ ഓരോ കാര്യങ്ങൾ ചെയ്ത് വലിയ കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം.
മടിയൻ മല ചുമക്കുന്ന പോലെ കഷ്ടപ്പെട്ട് ആരും ബുദ്ധിമുട്ടണ്ട. ഓക്കെ, പഠിപ്പിക്കുന്ന കാര്യങ്ങൾ, പറയുന്ന കാര്യങ്ങൾ അതാത് ദിവസം ചെയ്തു കഴിഞ്ഞാൽ വളരെ എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് മടിയൻ മല ചുമക്കാതെ പയ്യെ പയ്യെ തിന്ന് പനിയും തിന്നാം എന്നുള്ള രീതിയിൽ നമുക്ക് പഠിച്ചു തുടങ്ങാം. ഓക്കെ ഓക്കെ ടീച്ചർ പറഞ്ഞു സ്വരാക്ഷരങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. ഏതൊക്കെ സ്വരാക്ഷരങ്ങൾ എന്ന് പറഞ്ഞാലേ, നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ വവ്വൽ സൗണ്ട് എന്ന് കേട്ടിട്ടുണ്ടോ? വവ്വൽ ഇംഗ്ലീഷ് ടീച്ചർ പഠിപ്പിച്ചിട്ടുണ്ടോ? വവ്വൽ സൗണ്ട് എന്ന്, വവ്വൽസ് എന്ന് പഠിപ്പിച്ചിട്ടുണ്ടോ? AEIOU കേട്ടിട്ടുണ്ടോ? ഇംഗ്ലീഷിൽ കേട്ടിട്ടുണ്ടോ? യെസ് ഓർ നോ പറ. കേട്ടിട്ടുണ്ട്, യെസ് അല്ലേ? അപ്പം അതേപോലെ മലയാളത്തിൽ വരുന്ന വവ്വൽ സൗണ്ടാണ്, സ്വരങ്ങളുടെ ശബ്ദമാണ്. എന്ത് സ്വരമാണ്? സ്വരാക്ഷരങ്ങൾ. ആ അക്ഷരങ്ങളാണ് മലയാളത്തിലെ വവ്വൽ സൗണ്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇംഗ്ലീഷിൽ AEIOU, മലയാളത്തിൽ സ്വരാക്ഷരങ്ങൾ. അതാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഇംഗ്ലീഷിൽ വവ്വൽസ് എന്ന് പറയുന്നത് പോലെ തന്നെ മലയാളത്തിലുണ്ട് അങ്ങനെ. അപ്പോൾ മലയാളത്തിലെ വവ്വൽ സൗണ്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സ്വര ശബ്ദങ്ങൾ ഏതൊക്കെയാണെന്ന് പറയട്ടെ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, പഠിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ? നമ്മൾ പറയുന്ന ഓരോ വാക്കിലും ഈ സ്വരങ്ങൾ വരുന്നുണ്ട്. സ്വരങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഓരോ വാക്കുകളും പറയാൻ പറ്റുന്നത് തന്നെ. കേട്ടിട്ടുണ്ടാവും, അറിയുകയും ചെയ്യാം. ഏതൊക്കെയായിരിക്കും സ്വരാക്ഷരങ്ങൾ എന്ന് പറഞ്ഞാൽ? ഒന്ന് ഉറക്കെ പറഞ്ഞേ, ടീച്ചർ കേൾക്കട്ടെ. പറ, കേൾക്കട്ടെ. ആ കേൾക്കട്ടെ. ആ ആ ഇ ഈ ഉ ഊ ഋ. എന്താണ്? ഋ ഋ. എ ഏ ഐ. ഓ ഓ ഔ അം ആ. കിട്ടിയോ? ഒന്ന് പറഞ്ഞേ. സ്വരാക്ഷരങ്ങൾ കേട്ടിട്ടില്ലേ? പഠിച്ചിട്ടില്ലേ? എളുപ്പമാണോ? എളുപ്പമാണോ ക്ലാസ്? പറയാൻ എളുപ്പമല്ലേ? പഠിക്കാൻ ഇതിലും നല്ല എളുപ്പമാണ്. എന്ത് ചെയ്താൽ മതി? ശ്രദ്ധിച്ചിരുന്നാൽ മതി. അത് പഠിച്ചാലോ? ടീച്ചർ പറയുന്നതൊന്ന് കേട്ടാലോ? സ്വരാക്ഷരങ്ങളാണ് മലയാളത്തിൽ. ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ, ടീച്ചർ പറയാം. പറഞ്ഞു കഴിയുമ്പോൾ ടീച്ചർ ഈ പറയുന്നത് നിങ്ങൾ വീട്ടിൽ റിപ്പീറ്റ് ചെയ്യണം. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഫ്രീ ടൈം കിട്ടുമ്പോഴൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കണം. ആ ആ ഇ ഈ ഉ ഊ ഋ എ ഏ ഐ ഓ ഓ ഔ അം ആ. കണ്ടോ? ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം? ഇതുപോലെ സ്വരാക്ഷരങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കണം. ഉറക്കെ പറയണം. ടീച്ചർ പറഞ്ഞിരുന്നു, ഉറക്കെ പറഞ്ഞാലാണ് നിങ്ങളുടെ പേരൻസ് കേൾക്കുള്ളൂ. അല്ലെങ്കിൽ ചേച്ചിമാരോ ചേട്ടന്മാരോ ആരെങ്കിലും ഉണ്ടെങ്കിൽ കേൾക്കുള്ളൂ. അവർ കേൾക്കുമ്പോൾ നിങ്ങൾ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ തിരുത്തി തരാൻ പറ്റും. അതുകൊണ്ടാണ് ടീച്ചർ എപ്പോഴും പറയുന്നത്, എഴുതുമ്പോഴും പറയുമ്പോഴും ഉറക്കെ പറയണമെന്ന് പറയുന്നത്. മനസ്സിലായോ? ഒന്നുകൂടെ പറഞ്ഞാലോ? ആ ആ ഇ ഈ ഉ ഊ ഋ എ ഏ ഐ ഓ ഓ ഔ അം ആ. സ്വരങ്ങൾ കിട്ടിയോ? സ്വരാക്ഷരങ്ങൾ കിട്ടിയോ? ഒന്നുകൂടെ ഒന്ന് പറയാം. പറയുന്നതിന് മുന്നേ ടീച്ചർ ഈ അക്ഷരങ്ങൾ എഴുതിയ ചെറിയതായിട്ടൊരു ചാർട്ട് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. വലിയ ചാർട്ടല്ല, ചെറുതായിട്ട് നിങ്ങൾക്ക്
അത് കണ്ടാൽ അറിയാൻ പറ്റുന്ന രീതിയിൽ. അക്ഷരങ്ങളൊന്നും ടീച്ചർ ഇപ്പോൾ പഠിപ്പിച്ച് തുടങ്ങിയിട്ടില്ല, ടീച്ചറിനെ അറിയാം, എന്നാലും അക്ഷരങ്ങളൊന്ന് കാണിക്കാം. നിങ്ങളൊന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇതുണ്ടോ? ഇതാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന എന്തക്ഷരങ്ങളാണത്? സ്വരാക്ഷരങ്ങൾ. ഇത് കണ്ടിട്ട് ആരും പേടിക്കണ്ട. അയ്യോ ഇത്രയുണ്ടോ ടീച്ചർ, ഇപ്പൊ തന്നെ ഇത് പഠിപ്പിക്കോ, അയ്യോ എനിക്ക് പറ്റില്ല, ഇങ്ങനെ ഒന്നും പേടിക്കണ്ട കേട്ടോ. ഇത്രയും കാര്യങ്ങള് നമ്മൾ ഓരോരോ ക്ലാസ്സിലായിട്ട് നമുക്ക് പഠിക്കാം. ഇല്ലെങ്കിൽ കുറച്ച് ക്ലാസ്സുകളായിട്ട് നമുക്കിത് പഠിക്കാം. ഓക്കെ, അപ്പോൾ ടീച്ചർ പഠിപ്പിച്ചത് ടീച്ചർ ഒന്ന് ഓരോന്ന് ചൂണ്ടിക്കാണിക്കാം. നിങ്ങൾക്കിത് പരിചയം ഉണ്ടാവും. പത്രത്തിലോ നിങ്ങൾ എവിടെയെങ്കിലും യാത്ര ചെയ്യുമ്പോൾ എവിടെയെങ്കിലും ബോർഡുകളിലോ എവിടെയെങ്കിലുമൊക്കെ നിങ്ങളിത് കണ്ടിട്ടുണ്ടോ. പക്ഷെ ഏത് അക്ഷരമാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ടീച്ചർ ഇത് ഒന്ന് പറഞ്ഞു തരാം. സ്വരാക്ഷരങ്ങൾ. എന്തക്ഷരങ്ങളാണിത്? സ്വരാക്ഷരങ്ങൾ. പറയാം. ആ, ആ, ഇ, ഈ, ഉ, ഊ, ഋ. എന്താണിത്? ഋ. എ, ഐ, ഓ, ഔ, ആ. കിട്ടിയോ? ഒന്നും കൂടെ ടീച്ചർ പറയാം. ആ, ഇ, ഈ, ഉ, ഊ, ഋ. എ, ഐ, ഓ, ഔ, ആ. കണ്ടോ? ഇതാണ് മലയാളത്തിലെ സ്വരാക്ഷരങ്ങൾ. എന്തക്ഷരങ്ങളാണ്? സ്വരാക്ഷരങ്ങൾ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ തീർക്കുകയാണ്. ഫ്രീ ടൈം കിട്ടുമ്പോഴൊക്കെ ഉറക്കെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ് പഠിക്കണം. ഒന്നുകൂടി ടീച്ചർ പറഞ്ഞിട്ട് ഇന്നത്തെ ക്ലാസ് നമുക്ക് തീർക്കാം. ആ, ഇ, ഉ, ഋ. എ, ഐ, ഓ, ഔ, ആ. ഓക്കെ ആയില്ലേ? റിപ്പീറ്റ് ചെയ്ത് പറയുക. ആവർത്തിച്ച് പറയുമ്പോൾ നിങ്ങളത് പറയുന്നു, കേൾക്കുന്നു, മനസ്സിലാക്കുന്നു, തറവാക്കുന്നു. ഓക്കെ, മനസ്സിൽ പതിയുമ്പോൾ കാര്യങ്ങൾ കുറച്ചും കൂടെ മനസ്സിലാക്കാൻ എളുപ്പമാകും. നന്ദി, ശുഭദിനം. ബൈ.